നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രം 2025 ഭരണി നക്ഷത്രത്തിൻ്റെ സമയമാണ് പറയുന്നത്. എന്തുവായാലും 2025 പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. എങ്കിലും ബിസിനസ്സിലൊക്കെ നല്ല രീതിയിൽ ഗുണമുണ്ടാകുന്നതാണ്. പിന്നെ ശ്രദ്ധയോടുകൂടി ജീവിക്കുക. കാരണമെന്ന് പറയുമ്പോൾ ആരോഗ്യപരമായിട്ട് ഇച്ചിരി സമയദോഷമാണ്. എങ്കിലും ആഹാരത്തിൻ്റെ രീതിയാണെങ്കിലും ഡെയിലിയുള്ള വ്യായാമ രീതികളാണെങ്കിലും അതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകണം. അത് നല്ല രീതിയിലൊന്ന് കെയർ കൊടുക്കേണ്ട ഒരു സമയമാണ്. പിന്നെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ജോലികളൊക്കെ പുതിയ ജോലികളിൽ ഏർപ്പെടുവാനും പ്രമോഷനൊക്കെ പെട്ടെന്നുണ്ടാകുവാനും മേലധികാരികൾക്ക് വളരെയധികം പ്രിയങ്കരമുള്ളവരാകുന്നവരൊക്കെ ആയിരിക്കും. അത് നിങ്ങളുടേതായിട്ടുള്ള ആ ജോലിയിൽ തന്നെ. സ്ത്രീകൾക്കാണെങ്കിൽ സ്വയം തൊഴിലായി ചെയ്യുന്ന സ്ത്രീകൾക്കാണെങ്കിലും അവർക്കെല്ലാം നല്ല രീതിയിൽ ഗുണം കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോഴും. പുതിയ വാഹനങ്ങളൊക്കെ മേടിക്കുവാനുള്ള യോഗങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. എങ്കിലും നല്ല രീതിയിലുള്ള ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. എങ്കിലും നമുക്കിവിടെ നല്ല രീതിയിൽ വരവുണ്ടാകുന്നുണ്ട്. സാമ്പത്തികമായിട്ടുണ്ടാകുന്നത് കൊണ്ട് അതിനനുസരിച്ചുള്ള ചിലവുകൾ നമുക്ക് വരുന്നുണ്ട്. എങ്കിലും ആ ചിലവുകളൊക്കെ ഒന്ന് നല്ല രീതിയിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ടാകാവുന്ന സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ എന്തു തന്നെയായാലും വിവാഹം നടക്കാത്തവർക്കൊക്കെ വിവാഹം നടക്കുന്നതായിട്ടുള്ള ഒരു സമയമാണ്. സന്താനങ്ങൾ ജനിക്കുവാനുള്ള നല്ലൊരു സമയം തന്നെയാണ്. അപ്പോൾ എന്തു തന്നെയായാലും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ശിവഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നതും ഓം നമഃശിവായ് ജപിക്കുന്നതും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ആ ജീവിതത്തിൽ ഞാനീ പറഞ്ഞ ആരോഗ്യപരമായിട്ട് ഇച്ചിരി മോശ സമയമാണെങ്കിലും ആ ഓം നമഃശിവായൊക്കെ ഒന്ന് ജപിക്കുകയും അങ്ങനെ ശിവക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആ കാര്യങ്ങൾക്കെല്ലാം ആ തടസ്സങ്ങൾക്കെല്ലാം പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഒരു ദോഷവും ഗുണവും ഇടകലർന്ന ഒരു വർഷമാണ് നിങ്ങൾക്കുള്ളത്. എങ്കിലും ഈ ക്ഷേത്രദർശനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിനെല്ലാം പരിഹാരം ഉണ്ടാകുന്നതാണ്. പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് പ്രതീക്ഷിച്ച വിജയം വരിക്കുവാനൊക്കെ സാധിക്കുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ ലോണുകളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് പാസ്സാവുന്നതാണ്. അങ്ങനെയായിട്ടുള്ള നല്ല രീതിയിലുള്ള മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ അയൽക്കാരുമായിട്ടൊക്കെ ചെറിയ രീതിയിലുണ്ടാകാവുന്ന ചെറിയ തർക്കങ്ങളൊക്കെ വന്നേക്കാവുന്നതാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുഴപ്പങ്ങളൊന്നും പിന്നെ വരത്തില്ല. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ചില സംസാരത്തിൽ നിന്നും ആവശ്യമില്ലാത്ത സംസാര കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ പുതിയ വീടും സ്ഥലങ്ങളൊക്കെ മേടിക്കുവാനൊക്കെ ഉള്ള ഒരു സമയം നിങ്ങൾക്ക് വരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ജോലിയാണെന്നുണ്ടെങ്കിൽ വീടും വസ്തുവൊക്കെ വിൽക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അങ്ങനെയുള്ള ബിസിനസ്സിലൊക്കെ നല്ല രീതിയിൽ നേട്ടം വരുന്നൊരു സമയം തന്നെ ആകുന്നു. പിന്നെ പറഞ്ഞ കണക്ക് വിദ്യയിലൊക്കെ നല്ല രീതിയിൽ ഗുണകരമാണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു സമയം തന്നെയാണ് ഭരണി നക്ഷത്രക്കാർക്ക് 2025. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം മാറി നല്ലൊരു ജീവിതം ഈ 2025 പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ രീതിയിൽ തന്നെ ഈ പറഞ്ഞ കണക്ക് ശിവക്ഷേത്ര ദർശനം കൂടെ നടത്തുക എന്തുകൊണ്ടും നല്ലതായിരിക്കും. നന്ദി, നമസ്കാരം.